ഞാനതിനെ തമാശയായിട്ട് പറയല്ല. ഞാൻ ടെക്നോളജിയുടെ വരവിനെയൊക്കെ ഞാൻ 100% ബഹുമാനിക്കുന്നു. ഇന്നിപ്പോൾ എനിക്ക് ബ്ലൂടൂത്ത് കണക്ഷനിൽ എൻ്റെ ഈ മൊബൈലിൽ അവിടെ നിൽക്കുന്ന ഷോട്ട് എനിക്ക് ഇവിടെ നിന്ന് കാണാം. കണ്ടിട്ട് എനിക്ക് അഭിപ്രായം പറയാം. മൊബൈലിൽ കാണാം, ഐഫോണിലൊക്കെ അല്ലെങ്കിൽ ആൻഡ്രോയിഡിലൊക്കെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. സിനിമ അത്ര കണ്ട് ചുരുങ്ങി. അപ്പം സിനിമ അത്ര കണ്ട് എൻ്റെ ഫിംഗർ ടിപ്പിലേക്ക് ആയി എന്നതിൻ്റെ അർത്ഥം അതിനത്ര നിസ്സാരമായി കാണണം എന്നല്ല. ഓരോരോ കാലഘട്ടത്തിലും ഓരോരുത്തരും ചെയ്തിട്ടുള്ള അബദ്ധങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനർത്ഥം അവരെ ചവിട്ടാമെന്നല്ല. ഞാൻ ഈ ചെന്നൈ കാലഘട്ടത്തെ പറ്റി പറഞ്ഞപ്പോഴേ കുറേ ആളുകളുടെ വളർച്ചയും കുറേ ആളുകളുടെ പ്രധാനപ്പെട്ട ജീവിത സന്ദർഭങ്ങളിലൊക്കെ ഒരു ഭാഗമായിട്ടൊക്കെ സാറുണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ എസ്.ജെ. സൂര്യ വലിയ സുഹൃത്തായിരുന്നില്ലേ ചെന്നൈ കാലഘട്ടത്തിൽ? എസ്.ജെ. സൂര്യ ആ കാലഘട്ടത്തിൽ എസ്.ജെ. സൂര്യയുടെ സിനിമയ്ക്ക് ആദ്യത്തെ സിനിമയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു 5-6 മാസങ്ങളിലാണ് ഞങ്ങൾ തമ്മിൽ കാണുകയും വലിയ പരിചയം. എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ രവിവർമ്മൻ്റെയും എൻ്റെ സുഹൃത്ത് രാജേഷിൻ്റെയൊക്കെ സുഹൃത്താണ്. അപ്പം അങ്ങനെ മുറിയിൽ വരികയും ഞങ്ങൾ കുറേ സമയം, കുറേ മണിക്കൂറുകളും കുറേ ദിവസങ്ങളും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. അപ്പം എസ്.ജെ. സൂര്യ എനിക്കറിയില്ല, എന്നെ എത്രമാത്രം ഓർത്തിരിക്കുന്നുണ്ടാവുന്ന പോലും എനിക്കറിയില്ല. കാരണം അതൊരു കുറ്റമല്ല. സൂര്യ ഓർക്കുന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് ഓർക്കട്ടെ. ഏതായാലും ഞങ്ങൾ ഒരുമിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, ഞാൻ അവരിൽ നിന്നൊക്കെ ഓരോ പാഠമാണ് പഠിച്ചത്. സിനിമയെക്കുറിച്ചല്ലാതെ വേറെ ഒന്നും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നില്ല. ആ 2 കാര്യങ്ങളൊക്കെ വാതർക്കുള്ളൂ, ഭക്ഷണം കഴിക്കാനും സിനിമയെ പറ്റി സംസാരിക്കാനും. ഒരു സംശയമില്ല, അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. വലിയ വ്യത്യാസമില്ല.